ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ പത്മനാഭപുരം കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ കന്യാകുമാരി. 1956 നടന്ന സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷമാണ് കേരളത്തിന് കന്യാകുമാരി നഷ്ടപ്പെട്ടത്. പിന്നീട് കന്യാകുമാരി തമിഴ്നാടിന്റെ ജില്ലകളിൽ ഒന്നായി മാറി. തമിഴ്നാടിന്റെ ഏറ്റവും തെക്കൻ ഭാഗത്തുള്ള ജില്ലയായിട്ടാണ് ഇപ്പോൾ കന്യാകുമാരി അറിയപ്പെടുന്നത്. അതിനു മുമ്പ് 400 വർഷം കന്യാകുമാരി കേരളത്തിന്റെ ഭാഗമായിരുന്നു. ഭാരതത്തിന്റെ മുക്ക് എന്നും ദക്ഷിണേന്ത്യയുടെ നയാഗ്ര എന്നൊക്കെ കന്യാകുമാരി അറിയപ്പെടുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും അതോടൊപ്പമുള്ള സൂര്യോദയം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സൂര്യോദയം കണ്ടു കഴിഞ്ഞ ശേഷം അന്നേ ദിവസം തന്നെ സൂര്യാസ്തമയം കാണുന്നുണ്ട്. പക്ഷെ അത് പറ്റില്ല. വേറെയും ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട്. ഉച്ചയ്ക്കുള്ളിൽ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങിയേ പറ്റൂ. അങ്ങനെ കുറച്ച് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് എത്തി. ബസ്സിലെ ചാരിരുന്നു കൊണ്ടുള്ള ഉറക്കം എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. നന്നായി നീണ്ടു നിവർന്ന് കടന്നാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവും. സാമാന്യം ഭേദമില്ലാത്ത മുറി, കൊള്ളാം, കുഴപ്പമില്ല. ചാടിക്കേറി കട്ടിലൊരൊറ്റ കടത്തം കിടക്കുന്നത് എവിടെ? വിശപ്പ് സമ്മതിക്കണ്ടേ? എന്നാ പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വിശപ്പ് മാറ്റിയിട്ടാവാം ഉറക്കം എന്ന് കരുതി ഞാനും. അങ്ങനെ ടൂർ ഏജന്റ് സജസ്റ്റ് ചെയ്ത ആ റെസ്റ്റോറന്റിലേക്ക് ഞാൻ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ റൂം ഉണ്ടെങ്കിലും ഭക്ഷണമില്ല. അതുകൊണ്ട് ഭക്ഷണത്തിനായി നമ്മൾ മറ്റേതെങ്കിലും റെസ്റ്റോറന്റിനെ ആശ്രയിക്കേണ്ടി വരും. 85 മുറികളുള്ള ഒരു ബജറ്റ് റെസിഡൻസി ആണത്. റെസിഡൻസിന്റെ പേര് ത്രിവേണി എന്നാണ്. നമുക്ക് പ്രധാനമായിട്ട് പോകേണ്ടതായിട്ടുള്ള കന്യാകുമാരിയിലെ ബീച്ച് ഉണ്ടല്ലോ, അവിടുന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ അകലെ മാത്രമേ ഉള്ളൂ ഈ റെസിഡൻസി. അങ്ങനെ കന്യാകുമാരിയുടെ രാത്രി തെരുവുകളിൽ നടന്ന് ആ റെസ്റ്റോറന്റിലേക്ക് ഞാൻ അങ്ങ് എത്തി. സീറ്റ് പെട്ടെന്ന് കിട്ടിയെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തതിനു ശേഷം കയ്യിലേക്ക് കിട്ടാൻ ഒരുപാട് വൈകും. ഫുഡ് കയ്യിൽ കിട്ടിയതിനു ശേഷം ഇത്ര നേരം വിശപ്പ് അടക്കി വെച്ചതിന്റെയും ഇത്രയും നേരം നടന്നതിന്റെയും ഇത്രയും നേരം ഫുഡിന് വേണ്ടി കാക്കുന്നതിന്റെ ക്ഷീണമൊക്കെ അങ്ങ് തീർത്തു. പൊറോട്ടയും ചിക്കൻ ഷവർമയും ചിക്കൻ കറിയൊക്കെ കുത്തി കയറ്റിയതിനു ശേഷം ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ താരമായ ലെമൺ ജ്യൂസ് കൂടി വന്നപ്പോൾ സംഗതി സെറ്റ്. സാധാരണ എപ്പോഴും ടൂറിനുണ്ടാവുന്ന ഫുഡിൽ പൊറോട്ട, ചിക്കൻ കറി പോലെ ഇങ്ങനെ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫുഡാണ് വിചാരിച്ചത്. പക്ഷേ അൽഫാം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇതുപോലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം ലൈം ജ്യൂസ് കുടിക്കുമ്പോൾ വേറെ ഒരു റീഫ്രഷ് ഫീലാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വയറും മനസ്സും ഒക്കെ നിറച്ച് നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.